എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ചിത്രകേതുവിന്റെയും കാമിനിയുടെയും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഹനുമാൻ സ്വാമി അവരെ ശപിക്കുന്നുണ്ട്. കാരണം അവര് ചെറിയ കാര്യമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. അവരവരുടെ പ്രണയലയിലെ മുഴുകിയ സമയത്ത് ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും അവര് മറന്നുപോയി. അങ്ങനെ അവര് മധുപാനം ചെയ്യുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ ദേഹം അശുദ്ധമാവുകയാണ്. അത് വീണ് ഹനുമാൻ സ്വാമിക്ക് അത് പൊറുക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. ഹനുമാൻ സ്വാമി ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി, പക്ഷേങ്കിലോ അവർക്ക് വല്ലാത്ത ധാർഷ്ട്യ അഹങ്കാരമായിരുന്നു. അവര് ഹനുമാൻ സ്വാമിനെ വെല്ലുവിളിക്കുന്നുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമി ഒന്നും നോക്കില്ല, അവരെ ശപിക്കുകയാണ്. അവരെ മാത്രമല്ല, ഈ ഭൂമിയിലേക്ക് വന്ന മറ്റ് വിദ്യാധരന്മാരെല്ലാം ശപിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഭൂമിയിലേക്ക് പോകാൻ കഴിയാതെ വരട്ടെ, നിങ്ങൾ ഇവിടെ തന്നെ കഴിയണമെന്ന് പറയാം. ഇത് കേട്ട് അവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹനുമാൻ സ്വാമിയോട് അവര് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഗിരിദേവൻ ഉണ്ണിമോളോട് പറയണം. അപ്പൊ ഉണ്ണിമോള് ചോദിച്ചു, അങ്ങനെയാണോ ആ ചേച്ചിയും ചാണ്ട് ഇവിടെ വന്നേന്ന് ചോദിക്കാണ്. ഗിരിദേവൻ പറഞ്ഞത് അവരതിനകത്ത് പെട്ടത് പോയത് അങ്ങനെയാന്ന് പറയാ. അല്ല, അവർക്ക് പിന്നെ മോക്ഷം കിട്ടില്ല എന്ന് ഉണ്ണിമോള് ചോദിക്കുന്നുണ്ട്. മോക്ഷം കിട്ടും. മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് അതിനകത്തേക്ക് ഓരോ ആൾക്കാരെ ഇങ്ങനെ മണിയടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ അവരോട് ഇങ്ങനെ അവർക്ക് ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കാനായിട്ട് പറയണേ എന്നൊക്കെ പറയുവാണ്. ഉണ്ണിമോൾക്ക് പക്ഷെ എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം അറിയാം ഉണ്ണിമോൾക്ക്, തങ്ങൾക്കൊരു മോചനം കിട്ടണമെങ്കിൽ, തങ്ങളുടെ ഓർമ്മശക്തി തിരികെ കിട്ടണമെങ്കിൽ ഇനി ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അവരാവശ്യപ്പെട്ട പോലെ അവർക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടേ കൊടുക്കണം, അതും രുചികരമായ രീതിയിൽ. എങ്കിൽ മാത്രമേ തങ്ങളുടെ ഓർമ്മശക്തി തിരികെ കിട്ടുള്ളൂ. പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു, ഗിരിദേവ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവർക്ക് ആഹാര സാധനങ്ങളും അത് രുചികരമായ ആഹാരം ഞാൻ കൊണ്ടായി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് വിഷമിക്കാതിരിക്കെ, അതിനൊക്കെയുള്ള മാർഗം ഉണ്ടെന്ന് പറയാം. അല്ല, രണ്ടുപേർക്കും മതിയോ? രണ്ടുപേരല്ല, ഉണ്ണിമോള് കഥ അറിയത്തില്ലാത്തോണ്ടാ. അവര് പറഞ്ഞല്ലോ, അവിടെ കുറെ തളികൾ കാണിച്ചില്ലേ, അത് നിറച്ചും വിഭവസമൃദ്ധമായ ആഹാരം വേണമെന്നാണ് അവര് പറഞ്ഞതെന്ന് പറയാം. ഉണ്ണിമോൾക്ക് വല്ലാത്ത വിഷമായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ദേവയമ്മ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഉണ്ണിമോളെ കുറിച്ച് ഒരു വിവരം എതിരായിട്ടും കിട്ടിയിട്ടില്ല. ആ സമയത്താണ് കല്ലുവും ചേന്ദ്രനും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ കല്ലുവിനെയും ചേന്ദ്രനെ കണ്ടപ്പോ ഉണ്ണിമോൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, അല്ല അല്ല ഉണ്ണിമോളല്ല, മുത്തശ്ശി അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്തിയെ കല്ലു, ഉണ്ണിമോൾ എന്തേന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോളും ഗിരിദേവനും ബാവലിയൊന്നും കൂടെ കാണുന്നില്ലോ, അവരെന്തേന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടതും ചേന്ദ്രനും കല്ലുവും പരസ്പരം നോക്കുകയാണ്. അല്ല മുത്തശ്ശി, അത് ഗിരിദേവനും ഉണ്ണിമോളും വന്നില്ല എന്ന് പറയാണ്. വന്നില്ലേ? അവര് പിന്നെ എതിരെ പോയി? നിങ്ങളോ ഓട്ടുമണി ഉണ്ടാക്കാൻ പോയതല്ലേ, ഓട്ടുമണിയുടെ പണി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ചോദിക്കും. അല്ല, അവിടെ ചെന്നപ്പോ ഓട്ടുമണിയൊക്കെ പണിയാനായിട്ട് സാധിച്ചില്ല, ഞങ്ങൾ തിരികെ പോന്നു. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളെയും കൂട്ടി ഞാൻ വന്നോളാന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ ഉണ്ണിമോളെ കൂട്ടാതെ വന്നേ? അല്ല, ഗിരിദേവനും ഉണ്ണിമോളും കൂടെ വന്നോളാന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേന്ന് പറയാണ്. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നുണ്ട്, എന്റെ ഉണ്ണിമോൾക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ. അല്ല സത്യം പറ, ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ എവിടെയുണ്ടെന്ന് ചോദിക്കുക. അവസാനം അവര് പറഞ്ഞു, സ്ഥലയോഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മണിമാളയിലുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാ. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് അവരെ കാണണം, എന്റെ ഉണ്ണിമോളെ എനിക്ക് കാണണം എന്ന് പറയാം. പെടം ജയന്തൻ പറഞ്ഞു, വേണ്ട മുത്തശ്ശി, ഇപ്പൊ മുത്തശ്ശി അങ്ങോട്ട് പോകണ്ട, അവരിങ്ങോട്ട് വന്നോളും. കാരണം മുത്തശ്ശി എന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും, അതൊരിക്കലും പാടില്ല. അങ്ങനെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയണം. പക്ഷെ മുത്തശ്ശി അതൊന്നും കേട്ടില്ല. മുത്തശ്ശി അവരോട് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഇറങ്ങി നടക്കുവാണ്. ഈ സമയത്ത് ഗിരിദേവന്റെ അടുത്ത് വല്ലാത്ത സങ്കടത്തിൽ ഉണ്ണിമോൾ ഇരിക്കുക. ഉണ്ണിമോൾ പറഞ്ഞു, അല്ലെ ഗിരിദേവ, ഒരാഴ്ച എനിക്ക് സമയം തന്നിരിക്കുന്നേ, ഇതേ 3-4 ദിവസം കടന്നു പോയിരിക്കുന്നു, ഇനി 1-2 ദിവസം കൂടെ ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഞാൻ എന്താ ചെയ്യുന്നേ? അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായി കൊടുക്കണ്ടെന്ന് ചോദിക്കും. അതിനൊക്കെ വഴിയുണ്ടെന്ന് ഗിരിദേവൻ പറയാണ്. അപ്പൊ അതിന് സാധനങ്ങൾ വേണ്ടേ? ആ സാധനങ്ങളോ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗിരിദേവൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് ഉണ്ണിമോൾ അവിടെ പോയി നോക്കുമ്പോ അവിടെ കുറെ സാധനങ്ങൾ, 2-3 ബിഷോപ്പർ നിറച്ച സാധനങ്ങൾ ഇരിക്കുകയാണ്. ഇതേ ഉണ്ണിമോളെ, സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടത് ഉണ്ണിമോൾ പറഞ്ഞു, അല്ല ഗിരിദേവ, ഞങ്ങൾ എങ്ങനെ സദ്യ ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. ഉണ്ണിമോൾ ധൈര്യമായിട്ടിരിക്കാം, ഉണ്ണിമോൾ പൊയ്ക്കോ, അതിനൊക്കെ ഒരു വഴി ഉണ്ടാവും പറയണം. അയ്യപ്പസ്വാമി എല്ലാത്തിനുള്ള വഴി കാണിച്ചു തരുമെന്ന് പറയാം. പിന്നീട് ജീവൻ ഉണ്ണിമോൾ ഇങ്ങനെ നടക്കുന്ന കാണിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചൊരു അപ്പൂപ്പനെ കാണുന്നുണ്ട്. പ്രായമായ അപ്പൂപ്പൻ വടിയൊക്കെ കുത്തിപ്പിടിച്ചിങ്ങ് നടന്നു വരുവാണ്. അപ്പം ഉണ്ണിമോളെ കണ്ടപ്പോൾ ഉണ്ണിമോളോട് പറഞ്ഞു, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് കൈ നീട്ടുവാണ്. അപ്പൊ ഉണ്ണിമോൾ നോക്കി കഴിയുമ്പോഴത്തേനും കയ്യിലൊന്നുമില്ല, ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ, പിന്നെ കുറച്ച് വെള്ളമുണ്ട്, എന്നെങ്കിൽ വെള്ളം കൊടുത്തേക്കാന്ന് ഓർത്ത് ആ അപ്പൂപ്പൻ അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുവാണ്. അങ്ങനെ വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൂപ്പൻ എന്ത് ചെയ്യാൻ വയറ് നിറഞ്ഞ പോലെ തോന്നിച്ചു. ഉണ്ണിമോള് ഇനി വേണോന്ന് ചോദിക്കാം. വേണ്ട മോളെ എന്ന് പറയാണ്. ഇത് പറഞ്ഞ് ഉണ്ണിമോളും
ജീവയും കൂടെ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ അവർ നടന്ന് നടന്ന് കുറെ ആൾക്കാരുള്ള ഒരു വീട്ടിലേക്കാണ് ചെല്ലുന്നത്. കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം ഉണ്ട്. അങ്ങനെ ഇവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ണിമോളുടെയും ഗിരിദേവന്റെ അടുത്തേക്ക് അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് അവരെല്ലാം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. പിന്നീട് കാണിക്കുന്ന അവർക്കെല്ലാം ഉണ്ണിമോള് ഭക്ഷണം വിളമ്പുന്നുണ്ട്. അതെന്താണെന്നറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ആ ചിത്രകേതുവിനും കാമിനിക്ക് ശവമോഷം കിട്ടണമെങ്കിൽ കുറെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വയറ് നിറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവരാണോ ആ ഇരിക്കണേന്ന് അറിയത്തില്ല. ഭൂമിയിലേക്ക് വന്ന മറ്റു വിദ്യാധരന്മാരാണെന്നോ അതോ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അത് ഫുൾ വിശേഷം വന്നാൽ മാത്രം നമുക്കറിയുള്ളൂ കേട്ടോ. പക്ഷെ ഉണ്ണിമോളും ജീവ അവർക്കെല്ലാം ആഹാരം വിളമ്പുന്നുണ്ട്. വിഭവസമൃദ്ധമായ സദ്യയെ വിളമ്പുന്നത്. അങ്ങനെ അവർക്കെല്ലാം ഇലയിട്ട് അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് ദേവികമ്മ പ്രതീക്ഷയായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നത്. ദേവിയമ്മയ്ക്ക് എന്താ ഏതൊന്നും സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ മണിമാളയെ അന്വേഷിച്ച് അങ്ങോട്ട് വരുമ്പോഴാണ് ദേവിയമ്മ ആ കാഴ്ച കാണുന്നത്. അവിടെ സദ്യ കൊടുക്കുന്നുണ്ട്. ദേവിയമ്മ നടന്നു മടുത്തു പോയായിരുന്നു. അങ്ങനെ ഒരിലയുടെ മുന്നിൽ ദേവികമ്മ വന്നിരിക്കുവാണ്. സദ്യ വിളമ്പി വിളമ്പി രണ്ട് കുട്ടികൾ ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ദേവികമ്മ ആ മുഖം കാണുന്നത്. തൻ്റെ ഉണ്ണിമോളുടെ മുഖം. ഉണ്ണിമോളെ കണ്ടത് ഒരു നിമിഷം ദേവിയമ്മയെ ഞെട്ടി. ഉണ്ണിമോളെ എന്ന് വിളിക്കുവാണ്. പക്ഷെ ഉണ്ണിമോൾക്കോ ഒരു പരിചയഭാവം പോലും ഇല്ലായിരുന്നു. കാരണം ഉണ്ണിമോളുടെ മനസ്സിൽ ദേവയമ്മയുടെ മുഖമില്ല. ആ മുഖമൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ദേവയമ്മ ഉണ്ണിമോളെ വിളിച്ചിട്ട് ഉണ്ണിമോൾക്ക് ഒരു പ്രതികരണം ഉണ്ടായില്ല. പെട്ടെന്ന് ദേവയമ്മ ഉണ്ണിമോളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താ എന്താ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. പക്ഷെ മുത്തശ്ശിനെ മനസ്സിലായില്ലെന്ന് മുത്തശ്ശി മനസ്സിലായി. ഉണ്ണിമോളെ ഇത് ഞാൻ നിന്റെ മുത്തശ്ശിയാന്ന് പറയണ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? എനിക്കറിയില്ല എന്ന് പറയണ. മുത്തശ്ശിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടമായപ്പോ മുന്നിൽ ഫുഡ് ഇരിക്കുന്ന പോലും മുത്തശ്ശി അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ണിമോൾ അങ്ങോട്ട് വിളമ്പിക്കൊടുത്ത് അങ്ങോട്ട് പോവാണ്. ഈ സമയം മുത്തശ്ശി ഒരു കാര്യം മനസ്സിലായി. അവൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് താൻ വിചാരിച്ച പോലെ തന്നെ അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്താന്ന് മാത്രം അറിയത്തില്ല. കൂടെയാണെങ്കിലോ അവളെപ്പോലെ തന്നെ ഒരു ചെറങ്കൊച്ചുണ്ട്. ഇവർക്ക് എന്താ പറ്റിയെന്ന് അറിയണേ എന്ത് ചെയ്യണം? ഗിരിദേവനെ വാവലോട്ട് കാണുന്നില്ല. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിമോളുടെ അരിയിലേക്ക് ചെന്നു. ഫുഡ് വിളമ്പിക്കണമെന്ന് ഉണ്ണിമോളെ പിടിച്ച് അഴുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഞാനും മുത്തശ്ശിയാണ് മോളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നാന്ന് പറയണ. ഈസാൻ പറഞ്ഞു, അല്ല എനിക്ക് മുത്തശ്ശിനെ ഓർമ്മയില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോൾ അങ്ങോട്ട് പോവാണ്. പിന്നീട് മുത്തശ്ശിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. മുത്തശ്ശി എന്ത് ചെയ്യുവാണ്? ഗിരിദേവനും ബാവരും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങനെ നേരം മണിമാലയുടെ മുന്നിലേക്ക് അങ്ങ് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ അവിടെ ഗിരിദേവനും ബാവരും ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ ഉണ്ണിമോൾക്ക് എന്താ പറ്റിയത് ഗിരിദേവാന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടത് ഗിരിദേവൻ ഒന്നും മിണ്ടിയില്ല. ഒന്ന് ചിരിക്കുക മാത്രമേ. എന്താ ഗിരിദേവ ഒന്നും മറുപടി പറയാത്തെ? എൻ്റെ ഉണ്ണിമോൾക്ക് എന്നെ കണ്ട് മനസ്സിലായ പോലും ഇല്ല. അവൾക്ക് എന്താ സംഭവിച്ചേ എനിക്ക് അറിയണമെന്ന് പറയാ. ഇത് കേട്ടപ്പം പാവരിച്ചു വയ്യാത്ത കാലം വെച്ച് മുത്തശ്ശി എന്തിനാ എത്ര ദൂരം വന്നേന്ന് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു, എനിക്ക് എൻ്റെ ഉണ്ണിമോൾക്ക് എന്തോ ആപത്ത് സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, പേടിക്കേണ്ട മുത്തശ്ശി, ഉണ്ണിമോൾക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഉണ്ണിമോൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് പറ്റിയിട്ടുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ മാറിക്കോളും. ഗിരിദേവനല്ല പറയണേന്ന് ചോദിക്കാം. അയ്യപ്പ സ്വാമിയില്ല മുത്തശ്ശിക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം. എനിക്ക് വിശ്വാസമുണ്ട് ഗിരിദേവ, പക്ഷെ എനിക്കറിയില്ല, എന്നെ കണ്ടിട്ട് പോലും എൻ്റെ ഉണ്ണിമോള് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാ. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലെന്ന് പറയാ. ഉണ്ണിമോളെ കുറിച്ചുള്ള വേവരാതികളൊന്നും മുത്തശ്ശിക്ക് വേണ്ട. മുത്തശ്ശി ധൈര്യമായിട്ട് പൊക്കോ. ഉണ്ണിമോൾക്ക് ഒരാപത്തും വരാൻ പോകുന്നില്ല. ഉണ്ണിമോള് തിരികെ വരുമെന്ന് പറയാം. പക്ഷേങ്കില് മുത്തശ്ശിക്ക് എന്തോ അങ്ങനെ പോകാൻ തോന്നില്ല. മുത്തശ്ശി പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞാൻ എൻ്റെ ഉണ്ണിമോളോടൊപ്പം പോകുന്നുള്ളെന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. ഇനിയിപ്പോ നമ്മള് അത് മാത്രമല്ല, ഇനി അങ്ങനെ ആഹാരം കൊടുത്ത് അവരുടെ മനസ്സും വയറും ഒക്കെ നിറയ്ക്കുന്നുണ്ട്. ഉണ്ണിമോളും ബാവരും കൂടെ ഉണ്ണിമോളും ജീവയും കൂടെ കൂടിയിട്ട് അങ്ങനെ ഉണ്ണിമോൾക്ക് ഓർമ്മ ശക്തിയൊക്കെ തിരികെ കിട്ടുകയാണ്. ഓർമ്മ ശക്തി തിരികെ കിട്ടി മുത്തശ്ശിനെയും ഗിരിദേവനെയും എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പം ജീവ പോയി സുരനെ വിളിക്കും. സുര കണ്ണു തുറക്കും. അങ്ങനെ മണിമാളയ്ക്ക് മോഷമൊക്കെ കിട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഹനുമാൻ സ്വാമി ഇനി ഉണ്ണിമോളുടെ രക്ഷയ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.